ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കട്ടെ. സദൃശവാക്യം 23-ാം അധ്യായം 23-ാം വാക്യം. നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. കഴിഞ്ഞ ആഴ്ച നാം അത് ചിന്തിച്ചു. സത്യം എന്താണെന്നും വിശദമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് സത്യമെന്നും ആ ദൈവത്തിൽ നിന്ന് വന്ന തിരുവചനങ്ങളാണ് സത്യമെന്നും ഒക്കെ നാം ചിന്തിച്ചു. ഇവിടെ പറയുന്നത്, നാം വായിച്ച വാക്യത്തിൽ ഒരു വിൽപ്പനയും വാങ്ങലിനെയും കുറിച്ച് കാണും. അല്ലെങ്കിൽ വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. അതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാനാണ് ഈ വീഡിയോയിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. എന്താണ് വിൽക്കലെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് വാങ്ങി എത്രയേ വേണ്ടെന്ന് പറയുമ്പോൾ അതിനാണ് പ്രാധാന്യം. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം മുതൽ 32-33 ഒക്കെ നാം ചിന്തിച്ചു. അല്ലെങ്കിൽ കർത്താവ് യേശു പറഞ്ഞ ചില വാചകങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങളുടെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നുള്ള വാക്യത്തെ നാം അല്പമായി ചിന്തിച്ചു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം, യേശുവിൽ സത്യമുള്ളതുപോലെ, അല്ലെങ്കിൽ യേശുവിലാണ് സത്യം എന്ന് കാണുന്നു. വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിൽ ആണ് സത്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും കാണാം, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മൂലം. അപ്പോൾ ന്യായപ്രമാണം 1-ാം അധ്യായം 17-ാം വാക്യം, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പോൾ ക്രിസ്തു യേശുവിലാണ് സത്യം. വേറെ ചോദിക്കാം, അതെന്തുകൊണ്ട്? കൊലോസ്യത്തിൽ പറയുന്നുണ്ടല്ലോ, അവനിലല്ലോ ദൈവത്വത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ സാക്ഷാൽ പരമസത്യത്തെ നമുക്ക് വെളിപ്പെടുത്തുവാനാണ് യേശു വന്നത്. പിലാത്തോസിനോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, സത്യത്തിന് സാക്ഷി നൽകാൻ ഞാൻ വന്നു. അപ്പോൾ സാക്ഷാൽ സത്യമായവൻ സത്യം നമ്മെ അറിയിക്കുന്നതിന് വേണ്ടി ജഡമെടുത്ത് സത്യമായി ലോകത്തിൽ വന്നു. അവൻ സാക്ഷാൽ സത്യമായവൻ ജഡമായി ധരിച്ച് ഈ ലോകത്തിൽ ജീവിച്ചു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിലാണ് സത്യം. ഒന്നുകൂടെ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം ഞാൻ പറയുന്നു, യേശുവിലാണ് സത്യം. വേറൊരു കാര്യം കൂടെ തറപ്പിച്ച് പറയട്ടെ, സത്യം ശാശ്വതമാണ്. പോഷ്കിന് അല്ലെങ്കിൽ വ്യാജത്തിന് അല്പായുസേ ഉള്ളൂ. സത്യമോ ശാശ്വതമാണ്, എന്നേക്കുമുള്ളത്. ആ സത്യം നമ്മെ അറിയിച്ച് നമ്മെ സത്യമുള്ളവരാക്കി എന്നേക്കും ജീവിക്കുന്നവരായി മാറ്റുവാനാണല്ലോ അവൻ സത്യമായ ലോകത്തിൽ വന്നത്. അപ്പോൾ ഈ സത്യം വാങ്ങുന്നതിന് നാം എന്താ കൊടുക്കണ്ടേ? സത്യം വിൽക്കുകയല്ല വാങ്ങിയ എത്ര വേണ്ടത്. സത്യം വിൽക്കുന്നത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. സത്യം വാങ്ങുന്നതിന് നാം എന്താ കൊടുക്കണ്ടേ? എന്ത് കൊടുത്താൽ കിട്ടും? ഈ ലോകത്തിൽ നാം എന്ത് വാങ്ങുന്നതിനും അല്പം ചിലവാക്കണം. എന്നാൽ സത്യം വാങ്ങുന്നതിന് നമുക്ക് എന്താ കിട്ടുക? എന്ത് കൊടുത്താൽ കിട്ടും? അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഏതൊരു വസ്തുവിനും അതിൻ്റേതായ ഓരോന്ന് വാങ്ങാൻ മൂല്യമുണ്ട്.
സ്വർണത്തിനൊരു മൂല്യമുണ്ട്, രത്നത്തിന് അതിന് തരംതിരിവനുസരിച്ച് മൂല്യമുണ്ട്, സ്വർണത്തിനും കാരറ്റിനനുസരിച്ച് വില വ്യത്യാസം വരും. അതുപോലെ ഇത് സത്യത്തിന് നാം എന്ത് വിലയാണ് കൊടുക്കണ്ടേ? എന്ത് വില കൊടുത്താൽ കിട്ടും? എവിടെ കിട്ടും? അത് വളരെ പ്രധാനമാണ്. യേശുവിലെ സത്യം നമുക്കെങ്ങനെയാണ് കൈവശമാക്കാൻ കഴിയുക? കർത്താവ് തന്നെ പറഞ്ഞു, ഒന്ന്, അവൻ്റെ വചനത്തിൽ നിലനിൽക്കുക. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ ആ വാക്യങ്ങളുണ്ടല്ലോ. ഒന്ന്, അവൻ്റെ വചനത്തിൽ നിലനിൽക്കുക. അവരെ എല്ലാവരോടും വല്ല യേശുക്രിസ്തു പറഞ്ഞ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ യഹൂദന്മാരോടാണ് കർത്താവ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ. അപ്പോൾ ഒന്ന്, വചനത്തിൽ നിലനിൽക്കണം. രണ്ട്, അവൻ്റെ ശിഷ്യന്മാരാകണം. മൂന്ന്, ശിഷ്യന്മാരാകുമ്പോഴാണ് സത്യം അറിയുക, സത്യത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുക. അപ്പോൾ സത്യം അറിഞ്ഞാലാണ് സത്യത്താലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുക. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരാകണം. അത് ഞാൻ പറഞ്ഞായിരുന്നു. ശിഷ്യന്മാരാകാൻ എന്ത് ചെയ്യണം? ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനുസരിച്ചാൽ അവൻ താൻ തിരിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർത്താവ് യേശുവിൻ്റെ ശിഷ്യനാകുന്നെങ്കിൽ മാത്രമേ ഈ സത്യം അറിയുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നോക്കിയാൽ എന്തായിരിക്കും ശിഷ്യത്വത്തിനുള്ള വില? ഇന്ന് പലരും എല്ലാ സൗജന്യമാണെന്നും പറഞ്ഞ് ചീപ്പായി രക്ഷയെ കാണുന്നു. എന്നാൽ പൗലോസിൻ്റെ അനുഭവം നമുക്കെടുക്കാം. വലിയ തിയോളജിയനായിരുന്നു. പിതാക്കന്മാരുടെ ന്യായപ്രമാണം ഗമാലിയലിൻ്റെ കാൽക്കൽ നിന്ന് സൂക്ഷ്മമായി പഠിച്ചവൻ. മറ്റു വാക്കിൽ പറഞ്ഞാൽ ആ പലരും പറയുന്നത് ഇന്നത്തെ PhD തുല്യമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവൻ. പക്ഷേ ന്യായപ്രമാണം അരച്ച് കലർന്ന തിയോളജി അരച്ച് കലക്കി കുടിച്ചവൻ. എന്നാൽ അവന് സത്യത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ല. അവൻ പഠിപ്പിക്കുന്നതെല്ലാം സത്യമാണെന്ന് ധരിച്ചിരുന്നു. എന്നാൽ അത് നേരെ വിപരീതമായിട്ടാണ് പോയത്. കർത്താവിനെ കണ്ടെത്തിയപ്പോൾ ദമസ്കോസിൻ്റെ വാൽക്കലേക്കുള്ള ആ വാൽക്കൽ വെച്ച് ഉള്ള സ്വർഗീയ ഇടപെടൽ വന്നപ്പോഴാണ് അവൻ സത്യം അവൻ്റെ കണ്ണിന് വെളിപ്പെട്ടത്. നീ ആരാകുന്ന കർത്താവ് എന്ന ചോദ്യത്തിന് നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ എന്ന മറുപടിയോടെ അവന് സത്യത്തിൻ്റെ പ്രകാശനം ലഭിച്ചു. അങ്ങനെ പ്രകാശനം ലഭിച്ചിട്ട് പിന്നെ അവൻ ചെയ്തത് എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം മാത്രം ഞാൻ അബദ്ധത്തിൽ നിന്ന് വായിക്കുന്നു. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയിരുത്തായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചെന്ന് ജീവനെ പോലും വിലയിരുത്തായി എണ്ണുന്നില്ല എന്ന് പറയാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം വായിച്ചാൽ ഒരു കാര്യം കൂടെ അവൻ പറയുന്നുണ്ട്. 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ഛേദം എന്നെണ്ണുന്നു. എൻ്റെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ. അപ്പോൾ അവൻ യേശുവിനെ അറിഞ്ഞപ്പോൾ അറിവിൽ നിർത്തിയില്ല. പിന്നെ അവിടെ അവൻ പറയുന്നു, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ഛേദം എണ്ണുന്നു. താഴെ വരുമ്പോൾ 11-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. അപ്പോൾ സത്യം അറിയുക, സത്യത്തിൻ്റെ അറിവിൽ വളരുക, അവൻ്റെ പരിജ്ഞാനം പ്രാപിക്കുക, അത് നമ്മൾ സാധ്യമാകണമെങ്കിൽ ചെറിയ കാര്യം കൊണ്ട് നടക്കത്തില്ല, ഒരേറ്റുപറച്ചിൽ കൊണ്ട് നടക്കുകയില്ല. പിന്നെയോ അവൻ്റെ പാദത്തിൽ നിന്ന് പഠിച്ചേ പറ്റുള്ളൂ. പൗലോസ് സത്യം അറിയുവാൻ കൊടുത്ത വില ഇതാണ്. തൻ്റെ പ്രാണനെ പോലും യാഗമായി വെച്ചു. പ്രാണനേക്കാൾ വിലയേറിയതായി സത്യത്തെ എണ്ണി. മത്തായി 13:45
കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞല്ലോ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട് മറിച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. വിഷയം ഇവിടെയാണ്. സത്യം അറിയണമെങ്കിൽ, സത്യം വാങ്ങണമെങ്കിൽ തക്കതായ വില കൊടുത്തേ പറ്റുകയുള്ളൂ. സൂത്രപ്പണികൾ കൊണ്ട്, ചെപ്പടി വിദ്യകൾ കൊണ്ട്, കുറേ ഒച്ച ഉണ്ടാക്കിയതുകൊണ്ട് സത്യം വാങ്ങാൻ സാധ്യമല്ല. കർത്താവ് പറഞ്ഞത് മത്തായി 13-ാം അധ്യായത്തിൻ്റെ 44, 45, 46 വാക്യങ്ങളിൽ രണ്ട് കാര്യവുമായിട്ട് സ്വർഗരാജ്യത്തെ ഉപമിക്കുന്നുണ്ട്. ഒന്ന്, വയലിൽ ഒളിച്ചു വെച്ച നിധി. അത് കണ്ട് ആരോടും പറയാതെ ഉള്ളതെല്ലാം വിറ്റ് അവൻ ആ വയൽ വാങ്ങിച്ചു. രണ്ട്, ഒരു മുത്തന്വേഷിക്കുന്ന വ്യാപാരി വിലയേറിയൊരു മുത്ത് കണ്ടു, തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി. അങ്ങനെയെങ്കിൽ സത്യം വാങ്ങുക എന്ന് പറയുമ്പോൾ, സത്യത്തെ നേടുക എന്ന് പറയുമ്പോൾ, സത്യത്തെ സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഏറ്റുപറച്ചിൽ കൊണ്ട് മാത്രം നിന്നില്ല. തനിക്കുള്ളതെല്ലാം വിറ്റ്, മറ്റു വാക്കിൽ പറഞ്ഞാൽ ലോകത്തുള്ള ഒന്നും അത് തുല്യമാകത്തില്ല. സ്വന്തമായതെല്ലാം വിറ്റ് കർത്താവിനെ പിന്നാലെ പോയെങ്കിലേ അറിയുവാൻ സാധ്യമാകുകയുള്ളൂ. പൗലോസ് കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കും തോറും ദൈവമർമ്മങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അനേകർക്ക് പ്രകാശിപ്പിക്കാൻ ദൈവനെ ഉപയോഗിച്ചു. അവൻ പറയുന്നു, കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, അതിൻ്റെ പരിജ്ഞാനം മാത്രമല്ല, ശ്രേഷ്ഠമായ അറിവ്. ഇവിടെ രണ്ട് ഭാഗത്തും കാണുന്നത് സകലവും വിറ്റു. ഈ വിശ്വാസം എന്ന വാക്കിന് ഇന്ന് പലരും ബിലീവ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ബിലീഫ് എന്ന വാക്ക് പൊതുവെ പലരും പറയുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന വേറൊരു വാക്കുണ്ട്, വിശ്വാസം എന്നതിന് ഫെയ്ത്ത്. ഒരു ദൈവാസൻ അതിന് കൊടുത്തൊരു എക്സ്പാൻഷൻ വളരെ പ്രധാനമാണ്. FAITH ഫെയ്ത്ത്. അതിന് ഒരു ദൈവാസൻ കൊടുത്ത എക്സ്പാൻഷൻ, forsaking all I take him. forsaking all I take him. സകലവും ഉപേക്ഷിച്ച് ഞാൻ അവനെ സ്വന്തമാക്കുന്നു. അതിന് ശരിയായ അർത്ഥവത. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? സകലവും ഉപേക്ഷിച്ച് അവനെ സ്വന്തമാക്കുന്നു. ആരെ? ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ, മത്തായി 13, 44, 45 സകലവും ഉപേക്ഷിച്ചു, തനിക്കുള്ള ഒക്കെയും വിറ്റു, ആ വയൽ വാങ്ങിച്ചു. രത്നവ്യാപാരി അത് തന്നെ, തനിക്കുള്ള ഒക്കെയും വിറ്റു, അവന് മുത്ത് വാങ്ങിച്ചു. ഇതുപോലെ ക്രിസ്തീയ ജീവിതം വാസ്തവത്തിൽ ഇതാണ്. താൻ പ്രധാനമായി എണ്ണുന്നതിനെയും യാഗപീഠത്തിൽ വെച്ച് യാഗമായി സമർപ്പിച്ച്, കർത്താവിന് പ്രസാദമായ യാഗമായി സമർപ്പിച്ച് കർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുക. എങ്കിലാണ് അവനിലെ സത്യം കൂടുതൽ അറിയുവാൻ നമുക്ക് സാധിക്കുക. നാം സത്യം അറിഞ്ഞാലോ ഒന്ന്, നാം സ്വതന്ത്രരാകും, യഥാർത്ഥ സ്വാതന്ത്ര്യം നാം അനുഭവിക്കും. രണ്ട്, അതിൽ നിലനിൽക്കും. 2 പത്രോസ് 1:12 പൗലോസ് പറയുന്നുണ്ട്, ലഭിച്ച സത്യത്തിൽ നിലനിൽക്കുന്നവർ. ലഭിച്ച സത്യത്തിൽ നിലനിൽക്കുന്നവരെങ്കിലും. അപ്പോൾ സത്യത്തിനെ കുറിച്ചുള്ള പ്രകാശം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് കിട്ടിയ സത്യത്തിൽ നാം നിലനിൽക്കും. നമുക്ക് കിട്ടിയതാണ്. സകലവും ഉപേക്ഷിച്ച് കർത്താവിനെ സ്വന്തമാക്കിയവർക്ക്, സാക്ഷാൽ സത്യമായവനെ, സാക്ഷാൽ പൊരുളായവനെ സ്വന്തമാക്കിയവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം സാക്ഷാത്തായത് അവൻ സ്വന്തമാക്കി. മാത്രമല്ല, സത്യത്തിൽ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ സത്യമറിഞ്ഞ് സത്യത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ അതിൻ്റെ ചില ഫലങ്ങളും ജീവിതത്തിൽ വെളിപ്പെടും. വെളിച്ചത്തിൻ്റെ ഫലം നമ്മൾ വെളിപ്പെടും. നമ്മുടെ വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല.
നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞായിരുന്നു 3-ാം ലേഖനത്തിൽ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് അറിയുന്നത് പോലെ എനിക്ക് വേറെ സന്തോഷമില്ല. അപ്പോൾ സത്യം അറിഞ്ഞവൻ സത്യത്തിൽ നടക്കണം, സത്യത്തിൽ നിലനിൽക്കണം, സത്യത്തിന് സാക്ഷി പറയണം. അവൻ്റെ ജീവിതത്തിൽ ലഭിച്ച ആ ബലിയേറിയതിനെ കുറിച്ചുള്ള സാക്ഷ്യം ഉണ്ടാകണം. മറ്റു വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെ ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാകും. കർത്താവ് നമ്മൾ മഹത്വപ്പെടും. ദിവ്യ സ്വഭാവങ്ങൾ നമ്മൾ വെളിപ്പെടും. നാൾക്ക് നാൾ സത്യം വാങ്ങുവാൻ, സത്യത്തെക്കുറിച്ച് അറിയുവാൻ ഉള്ള ആഗ്രഹത്തോടെ നമ്മുടെ ജീവിതത്തെ ഓരോ നാളും കർത്താവിന് സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ സത്യമായത് എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വായത്തമാക്കുവാൻ കൂടുതൽ ആഗ്രഹം നമ്മിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവിതം ഓരോ നാളും കർത്താവിന് അനുരൂപമായി മാറും. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകും. അവനെ നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തും. എന്നാൽ ഇന്ന് കാണുന്നതോ ദുഃഖകരമായ സ്ഥിതിയല്ലേ, സങ്കടകരമായ സാഹചര്യമല്ലേ. ക്രിസ്തു ശിഷ്യന്മാരെന്ന് വാഗണ്ട് പറയുകയും നിസാര ഇസ്കറിയോത്ത് ചെയ്തതുപോലെ 30 വെള്ളിക്കാശിന്, ഒന്ന് ചിന്തിച്ച് നോക്കണേ, വേറെ 30 വെള്ളിക്കാശിന്. അപ്പോൾ കർത്താവിൻ്റെ വില അത്രയുള്ളവന്. അപ്പോൾ സത്യത്തെ വാങ്ങിയാൽ അത് അമൂല്യമായി എന്നേക്കും ഇരിക്കും, നമ്മിൽ നിലകൊള്ളും. മാത്രമല്ല, വാങ്ങുവാനുള്ള ആഗ്രഹം നമ്മിലുണ്ടായാൽ സത്യതൽപരരായി നാം മാറും, സത്യത്തെ സ്നേഹിക്കും. കഴിഞ്ഞ ആഴ്ച എൻ്റെ വാക്യം വായിച്ച എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു വാക്യം വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ 2 തെസ്സലോനിക്കർ നമ്മളിങ്ങനെ വായിച്ചായിരുന്നല്ലോ, 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്കു വിശ്വസിക്കത്തക്ക വിധം വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. സത്യത്തെ വിശ്വസിക്കുക, സത്യത്തെ സ്നേഹിക്കുക. അപ്പോൾ സത്യം വാങ്ങുക എന്ന് പറയുമ്പോൾ സത്യത്തെ വിശ്വസിക്കുക, സത്യത്തെ സ്നേഹിക്കുക. എന്നാൽ ഇന്ന് നാം കാണുന്നതോ സത്യത്തെ സ്നേഹിച്ചാലോ നാൾക്ക് നാൾ സത്യത്തിൽ വളരും. പൗലോസ് പറഞ്ഞ പോലെ പറയും, എനിക്കൊന്നും പ്രധാനമല്ല, എൻ്റെ കർത്താവാണ് വലുത്, യേശുവാണ് വലുത്. കാരണം സാക്ഷാൽ ഉള്ള എൻ്റെ പ്രാണനും എനിക്ക് വലുതല്ല, എൻ്റെ ആരോഗ്യവും എനിക്ക് വലുതല്ല, ലോകത്തിലെ എൻ്റെ ധനവും എനിക്ക് വലുതല്ല, ലോകത്തുള്ള ഒന്നും വലുതല്ല. പിന്നെയോ എനിക്ക് സത്യമാണ് വലുത്, എൻ്റെ കർത്താവാണ് വലുത്. അതുകൊണ്ടാണല്ലോ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. ജീവിക്കുന്ന ക്രിസ്തു. ഇന്ന് നാം കാണുന്നത് എന്താണ്? അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രവണത എന്താണ്? സത്യത്തെ സ്നേഹിക്കുകയോ സത്യത്തെ വിൽക്കുകയോ? ലോകത്തിൽ പലതും നേടുവാൻ, ലോകത്തിൻ്റെ പേരെടുക്കാൻ, ലോകത്തിൻ്റെ അംഗീകാരം നേടാൻ ദുഃഖകരമായ നിലയിൽ ദൈവജനം പോകുന്നില്ലേ? ദൈവമക്കളെ നിങ്ങൾ വിശ്വാസികളാ എന്ന് വാഗണ്ട് പറയുന്നു. പക്ഷേ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കി അതിൽ ജീവിക്കുന്നുണ്ടോ? അതിൽ നിലനിൽക്കുന്നുണ്ടോ? അറിഞ്ഞ സത്യത്തിൽ, ലഭിച്ച സത്യത്തിൽ നിലനിൽക്കുന്നുവെന്ന് പത്രോസ് താൻ ലേഖനം എഴുതിയ സഭയിലെ വിശ്വാസികളോട് പറഞ്ഞു. എന്നാൽ ഇന്നോ നമുക്കത് സാധിക്കുന്നുവോ? മാത്രമല്ല, 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞായിരുന്നു, നിങ്ങൾ നിൽക്കുന്നത് സത്യകൃപയിലാണെന്ന് ഞാൻ സാക്ഷി പറയുന്നു എന്ന്. അപ്പോൾ കൃപ എന്ന് പറയുന്ന സത്യകൃപയുമുണ്ട്, സത്യത്തിൻ്റെ ഫലമായ കൃപയുമുണ്ട്, മറ്റ് പല കൃപകളുമുണ്ട്. സത്യം നമ്മിൽ ആധിപത്യം ചെലുത്തിയാൽ, സത്യം നമ്മെ സ്വതന്ത്രമാക്കിയാൽ, സത്യത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടാൽ, സത്യത്തെ നാം വാങ്ങിയാൽ
സത്യമല്ലാതെ മറ്റൊന്നും നമ്മിൽ നിന്ന് വരികയില്ല. നാം സത്യത്തിന് വേണ്ടി അല്ലാതെ വേറെ ഒന്നിനു വേണ്ടി നിലനിൽക്കുകയില്ല. എന്ത് നഷ്ടമായാലും എനിക്ക് സത്യത്തെ സ്വന്തമാക്കണം. മറ്റു വാക്കിൽ പറഞ്ഞാൽ എന്ത് നഷ്ടമായാലും എനിക്ക് എൻ്റെ കർത്താവാണ് വലുത്. എന്ത് സ്ഥാനം പോയാലും, എന്ത് പദവി പോയാലും, എന്ത് അംഗീകാരം പോയാലും, ഇവൻ പ്രാണൻ തന്നെ പോകുന്ന ഘട്ടം വരട്ടെ, എൻ്റെ കർത്താവാണ് വലുത്, ക്രിസ്തു എനിക്ക് ജീവനാണ് എന്ന് പറയുവാൻ അവർക്കിടയാകും. എന്നാൽ മറിച്ചായാലോ, നമുക്ക് പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു വാക്യം വേദപുസ്തകത്തിലുണ്ട്. എബ്രായലേഖനം 10-26 വാക്യത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി യാഗവും ശേഷിക്കാതെ എന്ന് പറയുന്നു. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച, അപ്പോൾ പൗലോസിനും അതാ കിട്ടിയേ, പക്ഷേ അവനത് നിലനിന്നു. ഇവിടെ സത്യത്തിൽ നിലനിന്നില്ല. തീമോഥെയോസിലെ ഒരു കൂട്ടരെക്കുറിച്ച് പറഞ്ഞു, അവർ സത്യം വിട്ട് തെറ്റി. സത്യം വിട്ട് തെറ്റുന്നവരുമുണ്ട്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് മനഃപൂർവ്വമായി പാപം ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലോ? മാത്രമല്ല, ഇബ്രാഹിം 2-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ നമ്മൾ സാധാരണ അതിനെ പ്രസ്താവിക്കുന്നത് അവിശ്വാസികളാണ്. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? എന്നാൽ ആ വിശ്വാസികളോടാണ് അത് പറഞ്ഞത്. അല്ലെങ്കിൽ ഗണ്യമാക്കാതെ പോയി, ഇഫ് യു നെഗ്ലക്റ്റ് സോ ഗ്രേറ്റ് സാൽവേഷൻ, നാം അവഗണിച്ചാൽ, ഇത്ര വലിയ രക്ഷയെ നാം അവഗണിച്ചാൽ എങ്ങനെ തെറ്റിയൊഴിയും? ദൂതന്മാർ മുഖാന്തരം അലിഖിത വചനം സ്ഥിരമായിരിക്കുകയും ഓരോ ലംഘനത്തിനും അനുസരണക്കെണ്ണം ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇന്ന് നാം കാണുന്നതല്ലേ? അല്ലെങ്കിൽ മറ്റു വാക്കിൽ പറഞ്ഞാൽ സത്യത്തെ വിൽക്കുകയല്ലേ? സത്യത്തെ വാങ്ങിയാൽ നാൾക്ക് നാൾ കർത്താവിനോടൊടുക്കുകയും വിശുദ്ധന്മാരായി മാറുകയും തേജസ്സേറിയ ആ സത്യത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുകയും ഉന്നതമായ ജീവനിലവാരം പുലർത്തുവാൻ സഹായിക്കുകയും ചെയ്യും. നാം നേരത്തെ ചിന്തിച്ച വാക്യമല്ലാതാണ്. എന്നാൽ സത്യത്തെ വിറ്റാലോ? ഈ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഒരു കാലത്തുണ്ടായിരുന്ന ഇന്നത്തെ വിൽപ്പന വാങ്ങൽ പോലെ ആയിരുന്നില്ലല്ലോ ആദ്യകാലത്ത്. ബാർട്ടർ സമ്പ്രദായമായിരുന്നല്ലോ, വെച്ചു മാറുക. അതുപോലെ സത്യത്തെ വെച്ചു മാറിയാൽ, കർത്താവിന് പകരം മറ്റു പലതും എടുത്താൽ, അവനെ ഉപയോഗിച്ച ലോകത്തിലെ നേട്ടങ്ങൾ നേടിയാൽ, അവനിൽ ധന്യരാകുന്നതിന് പകരം, ഉപദേശത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുന്നതിന് പകരം, ഉപദേശത്തിന് നിർമ്മലത കാത്തു സൂക്ഷിക്കുന്നതിന് പകരം മറ്റു പലതിനും പ്രാധാന്യം കൊടുത്ത്, അതല്ലേ സ്ഥാനമാനങ്ങൾക്ക്, പദവികൾക്ക്, പണത്തിന്, കാശുണ്ടാക്കാൻ എന്തും ചെയ്യാം, എന്തെല്ലാം പരിപാടി. ഇന്ന് ആത്മീയ ശുശ്രൂഷ മുഴുവൻ പണത്തിനായി മാറിക്കൊണ്ടിരിക്കുന്ന, കാശുണ്ടാക്കാൻ ആയി മാറിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിൻ്റെ സുഖങ്ങൾ മുഴുവനായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രവണതയല്ലേ നാം കാണുന്നത്. അപ്പോൾ സത്യത്തെ വിറ്റാൽ എന്താ സംഭവം? ഗണ്യമാക്കാതെ പോയാൽ, അഗണ്യമാക്കിയാൽ, ഇത്ര മഹത്തായത് ദൈവം തന്നെ തന്നത്, കർത്താവ് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ നൽകും, അല്ലെങ്കിൽ പരമസത്യമായതെല്ലാം നമുക്ക് നൽകിയിരിക്കെ അതിനെ കാര്യമാക്കാതെ നിസ്സാരമായി എണ്ണിക്കൊണ്ട് നാം മുന്നോട്ട് പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഈ എബ്രായലേഖനത്തിൽ 4-5 പ്രാവശ്യം കഠിനമായ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്ന കാണാം. പിന്നെ 12-ാം അധ്യായത്തിൽ പറഞ്ഞു, ഏശാവിനെ പോലെ ആകരുത്, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ, അല്ലെങ്കിൽ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നിത്യമായതിനെ പണയം വയ്ക്കുന്ന നികൃഷ്ട സ്വഭാവം നിങ്ങൾക്കുണ്ടാകരുതേ. ഇന്ന് നാം കാണുന്നതോ ലവോദിക്ക സഭയോട് കർത്താവ് അവരെ കണ്ടിട്ട് പറഞ്ഞത് എന്താണ്? വേദപണ്ഡിതന്മാരെല്ലാം, അല്ലെങ്കിൽ പൊതുവെ, എല്ലാം എന്ന് പറയുന്നില്ല, പൊതുവെ ഇത് ലവോദിക്ക പീരീഡാണ്,
1900 കഴിഞ്ഞുള്ളതെല്ലാം ലൗകിക പീരീഡാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിരിക്കില്ലേ ചിലർ. അങ്ങനെ വരുമ്പോൾ ഈ പീരീഡിൻ്റെ ഒരു പ്രത്യേകത ഞാനത് വിശ്വസിക്കുന്നില്ല. വ്യക്തിപരമായി ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇത് ലൗകിക കാലഘട്ടമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നുമില്ല. അതിന് വേദപുസ്തകത്തിൽ ഒരു തെളിവുമില്ല. ചില ബാഹ്യമായ തെളിവുകൾ വച്ച് ചിലർ അവർക്ക് തോന്നിയത് അവരെഴുതി പിടിപ്പിച്ചു. അതാണല്ലോ പറ്റുന്ന ഒരു കുഴപ്പം. ദൈവിക വെളിപ്പാടല്ല, ചില ബാഹ്യലക്ഷണങ്ങൾ കണ്ടിട്ട് ചിലർ പറയുന്നത് പിന്നീട് ഒരു മതമാക്കി മാറ്റുന്ന പ്രവണത, അതിനപ്പുറം ഒന്നുമില്ല എന്ന് ധരിക്കുന്ന ഒരു പ്രവണത ആത്മീയ മണ്ഡലത്തിലുണ്ട്. അത് ഞാൻ പറയുക, പൗലോസ് പീച്ച് അല്ലെങ്കിൽ ന്യായപ്രമാണം നന്നായി പഠിച്ചതുപോലെയുള്ളൂ. അത്രയും പഠിച്ചിട്ടും രക്ഷകനെക്കുറിച്ച് അവൻ്റെ കണ്ടില്ലല്ലോ, അവനറിയാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ലൗകിക കാലഘട്ടമാണെങ്കിൽ കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളെയും. മാത്രമല്ല 12-ാം വാക്യത്തിലുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നല്ലോ, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കുക. അപ്പോൾ നോക്കിക്കോണേ, ഇത്രയും വലിയ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പാണ്ഡിത്യം ഒത്തിരിയുണ്ട്, ലോകത്തിൻ്റെ ജ്ഞാനം ഒത്തിരി നേടി, അറിവ് ഒത്തിരി സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിൽ വിലസുന്ന ആളുകൾ കർത്താവ് നോക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? എന്തുകൊണ്ട് നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ എന്ന് ഇതൊക്കെ ആയിട്ടും അറിയുന്നില്ല. ചിലർ അറിയുന്നില്ല, ചിലർ അങ്ങനെ സംഭവിച്ചിട്ടും അതില്ലാന്ന് നടിക്കുന്നു. എന്നിട്ട് കർത്താവ് ഒരാലോചന അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താകണം? 12-ാം വാക്യം, വെളിപ്പാട് 3-ാം അധ്യായം 12-ാം വാക്യം. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയിലെ ലജ്ജ വെളിവാകാതോണം ധരിക്കേണ്ടതിന് വെള്ളയെടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. നീ വില കൊടുത്തേ പറ്റുള്ളൂ. എന്താ, എല്ലാം പോയി. ഇപ്പോൾ ദരിദ്രനെങ്കിൽ ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. എല്ലാം വിറ്റ് തൊലച്ചു. വിശുദ്ധി വിറ്റ് തൊലച്ചു, വേർപാട് വിറ്റ് തൊലച്ചു, ദൈവസ്നേഹം വിറ്റ് തൊലച്ചു, എല്ലാം വിറ്റ് തൊലച്ചു. അതിനുശേഷം ഇപ്പം എന്തുണ്ട്? ഇതാ അവസ്ഥ. കർത്താവ് സഭയുടെ ഉടയവൻ അല്ലെങ്കിൽ വിശ്വാസി എന്ന് പറയുന്നവരെ നോക്കി ഉടയവൻ കർത്താവ് ഇങ്ങനെ പറയുന്നു, നീ എന്ത് ചെയ്യണം? നിനക്ക് സമ്പന്നാകണോ? തീയിൽ ഊതിക്കഴിച്ച പൊന്ന് വിലയ്ക്ക് വാങ്ങണം. മാത്രമല്ല, നഗ്ന ലജ്ജ വെളിവാകാതിരിക്കണോ? വസ്ത്രം വേണോ? വെള്ളയെടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങണം. മാത്രമല്ല, നിന്റെ കണ്ണിന് കുരുടനല്ലേ, നിന്റെ കണ്ണിന് കാഴ്ച ലഭിക്കണമെങ്കിൽ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങണം. വില കൊടുക്കണം. എന്താ? തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, കഷ്ടതയാൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസം, സ്ഫുടമിട്ട വിശ്വാസം. ഇന്ന് വിശ്വാസം പോയി, അത് വിലയ്ക്ക് വാങ്ങണം. ഇനി സമ്പന്നാകണമെങ്കിൽ, അല്ലെങ്കിൽ വിറ്റ് തൊലച്ചല്ലോ. മാത്രമല്ല, വെള്ളയെടുപ്പ്, ജീവിത വസ്ത്രം, വെണ്മയുള്ളത്, അത് ജീവിത വിശുദ്ധി, അവൻ്റെ ഇത് വിലയ്ക്ക് വാങ്ങണം. വേർപാടും വിശുദ്ധിയും പുലർത്താൻ ദൈവസഭയ്ക്ക് കഴിയില്ലല്ലോ. ഇന്നത്തെ വിശ്വാസികളുടെ വിവാഹ ചടങ്ങുകളോ ശവസംസ്കാരമോ ഒക്കെ നോക്കിയാൽ ലോകമനുഷ്യർ തോറ്റുപോകല്ലോ. വിശുദ്ധി എവിടെ? വേർപാട് എവിടെ? കണ്ണിലെഴുതാൻ ലേപം, കണ്ണ് കാണത്തില്ല. കണ്ണ് പ്രകാശം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം പ്രാപിക്കണം. അത് വിലയ്ക്ക് വാങ്ങണം. അതിന് വില കൊടുത്തേ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ നീ നിർഭാഗ്യനായി മാറും. പ്രിയ ദൈവജനമേ, ഇന്നത്തെ കാലത്ത് നമ്മോട് ദൈവാത്മാവ് പറയുന്നത് ഇതാണ്: എന്തുകൊണ്ട് നീ സത്യം വിൽക്കുകയല്ല, വാങ്ങി എത്ര വേണ്ടെന്ന് വേണ്ടത് എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് എന്നാ എനിക്ക് പറയാനുള്ളത്. സത്യം വാങ്ങിയാൽ അതിൽ നിലനിൽക്കും.
മാത്രമല്ല ഒരു വാക്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 1 ലേഖനത്തിലുണ്ട്. 1-ാം അധ്യായത്തിന് 22-ാം വാക്യം, സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിട്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. സത്യത്തെ അനുസരിച്ചാൽ, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സത്യത്തിൽ നിലനിന്നാൽ, ലഭിച്ച സത്യത്തിൽ നിലനിന്നാൽ എന്താ, നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ കപടമില്ലാത്ത സഹോദര പ്രീതിക്ക് അന്യോന്യം സ്നേഹിക്കുവാൻ അർത്ഥം. നിർമ്മലീകരിച്ചിട്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. ഇന്ന് കാണുന്നതോ, ആരെ ചവിട്ടി കുഴിയിലാക്കിയാലും എനിക്ക് വലുതാകണം, ആരെ നശിപ്പിച്ചാലും എനിക്ക് വലുതാകണം. സ്വയത്തിൻ്റെ അതിപ്രസരമല്ലേ എല്ലാ മേഖലയിൽ നടക്കുന്നത്. മനുഷ്യ പുകഴ്ച, മനുഷ്യനെ വലുതായി കാണുക, ഇതല്ലേ എല്ലാ മേഖലയിൽ നടക്കുന്നത്. അപ്പോൾ നാം സത്യം വിറ്റാൽ, എബ്രായ സഭ അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് കുറഞ്ഞാൽ, എബ്രായ സഭയ്ക്കുള്ള എല്ലാ വാണിങ്ങും നമ്മുടെ ഈ മുൻപിലുണ്ട്. വെളിപാട് പുസ്തകത്തിൽ ലവോദിക്ക സഭയോട് പറഞ്ഞ ആ വാണിംഗ് നമ്മുടെ മുൻപിലുണ്ട്. മടങ്ങി വരാൻ നമുക്കൊരു അവസരമുണ്ട്. വിറ്റ് തുലച്ചവർക്ക് മടങ്ങി വരാൻ അവസരം കർത്താവ് തരുന്നു, നിർഭാഗ്യനായി. വാസ്തവത്തിൽ യേശാവ് എബ്രായനും 12-ാം അധ്യായത്തിൽ യേശാവിനെ ചിത്രീകരിക്കുന്നു. പിന്നത്തേതിൽ അവൻ ബലപിച്ച് കരഞ്ഞിട്ടും മനസാന്തരത്തിനിടെ കണ്ടില്ല. നമുക്ക് തിയോളജിക്കൽ വ്യാഖ്യാനങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ സത്യത്തെ വാങ്ങി സത്യത്തിൽ നിലനിന്നോ, അവൻ്റെ വചനത്തിൽ നിലനിന്നോ, കർത്താവിൻ്റെ ശിഷ്യന്മാരായി സത്യമറിഞ്ഞ് സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെട്ട സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച വിശുദ്ധന്മാരുടെ കൂട്ടമായി, വേർപെട്ട കൂട്ടമായി, മലിനപ്പെടാത്തവരുടെ കൂട്ടമായി, ദൈവതേജസ് നിറഞ്ഞ കൂട്ടമായി, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന കൂട്ടമായി നാം മാറുകയല്ലേ ദൈവത്തിന് ഉദ്ദേശം. അതേ സമയത്ത് പരമസത്യം വെളിപ്പെട്ട് കിട്ടിയിട്ടും സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ടും മനഃപൂർവ്വം അതിനെ അവഗണിച്ച്, അതിനെ തുച്ഛീകരിച്ച്, വിറ്റുതൊളച്ച് നാം മുന്നോട്ട് നീങ്ങിയാൽ നമ്മെ പോലെ നിർഭാഗ്യൻ, അരിഷ്ടൻ, നഗ്നൻ, കുരുടൻ വേറെ ഇല്ലല്ലോ. ആകയാൽ ലവോദിക്ക സഭയോട് കർത്താവ് പറഞ്ഞ ആ ഉപദേശം വീണ്ടും ഓർപ്പിച്ച് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കട്ടെ. നീ സമ്പന്നനാകേണ്ടത്, നീ ഒരിക്കലും നഗ്നനാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പോലെ, അല്ലെങ്കിൽ പരിശോധനയാൽ സ്ഫുടമിട്ട വിശ്വാസം, തീയിൽ ഊതിക്കഴിച്ച പൊന്ന് വിലയ്ക്കുക അതിന് വില കൊടുത്തേ പറ്റത്തുള്ളൂ. മടങ്ങി വരണമെങ്കിൽ വില കൊടുത്തേ പറ്റുള്ളൂ. ഒരു പറച്ചിലും ഉണ്ടായില്ല, വന്നതെല്ലാം ക്ഷമിച്ചേര് എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഏതിൽ നിന്ന് വിണ്ണിക്കുന്നത് മനസ്സാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. 3 സാധനം അവിടെ വിലയ്ക്ക് വാങ്ങാൻ പറഞ്ഞേ, മറ്റെവിടെ നിന്നും കേട്ടത്തില്ല. എന്നോട് വിലയ്ക്ക് വാങ്ങാൻ, കർത്താവിനോട്. അപ്പോൾ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട ദൈവസ്ഥലിൽ നിലവിളിച്ച് കരഞ്ഞ് ആത്മപ്രകാശനം പ്രാപിച്ച് കണ്ണുകൾ വീണ്ടും പ്രകാശിച്ച് ശുഭ്രവസ്ത്രധാരികളായി തേജസ് നിറഞ്ഞവരായി ദൈവസ്ഥലിൽ നിൽക്കാൻ നമ്മെ നിർത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പൊട്ടുവിദ്യ കൊണ്ടും സൂത്രപ്പണി കൊണ്ടും ഒന്നും അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധ്യമല്ല. പിന്നെയോ സത്യം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ കാര്യം പോയി. അതുകൊണ്ടാണ് പറഞ്ഞത്, സത്യം വിൽക്കുകയല്ല വാങ്ങിയത്രേ വേണ്ടത്. ഈ നാളുകൾ നമുക്ക് നമ്മെ പരിശോധിക്കാം. ശ്രേഷ്ഠമായ പരമമായ സത്യം ഏതുമില്ലാത്ത നമ്മുടെ കണ്ണിന് ചിന്തകന്മാർക്ക്, ജ്ഞാനികൾക്ക്, മഹാന്മാർക്ക് ഒന്നും വെളിപ്പെടാത്ത ഈ പരമസത്യം നിസ്സാരന്മാരായി നമുക്ക് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയും ആ സത്യത്തെ അറിഞ്ഞ് സത്യത്തെ അനുസരിച്ച് സത്യത്തിൽ നിലനിന്ന് സത്യത്തിന് സാക്ഷികളായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. നാം നിർഭാഗ്യരായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ലോകത്തിൽ നാം ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞേക്കും. നമ്മെപ്പോലെ സത്യം വിൽക്കുന്നവരെങ്കിൽ നമ്മെ പോലെ നിർഭാഗ്യവാന്മാർ വേറെയില്ല. ആ ദുഃഖകരമായ അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ മാനസാന്തരപ്പെടാം, യഥാസ്ഥാനപ്പെടാം,
പാപം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആദ്യ അനുഭവത്തിലേക്ക് മടങ്ങി വന്ന് ദൈവസഭ യഥാസ്ഥാനപ്പെട്ടാൽ ചരിത്രം നമ്മുടെ സ്ഥിതി തന്നെ വ്യത്യാസമാകും. വീണ്ടും തിരുസനം നിർത്തുവാൻ കർത്താവിന് പ്രസാദമാകും. തിരുനാമം മഹത്വപ്പെടും. കർത്താവിന് നാം ഉയർത്തപ്പെടുവാൻ അതിടയാകും. അതിന് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സത്യം വിട്ട് തെറ്റിയ പ്രകൃതം ഉണ്ടായെങ്കിൽ കണ്ടുപിടിച്ച് യഥാസ്ഥാനപ്പെട്ട് നമുക്ക് മനസ്സന്തപ്പെടാം. സത്യം വിൽക്കുകയല്ല, വാങ്ങിയത്രയേ വേണ്ടത്. അതിനായി നിലകൊള്ളാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സത്യം വിൽക്കുകയല്ല, വാങ്ങിയത്രേ വേണ്ടതെന്ന് അവിടുത്തെ വനത്തിൽ എഴുതിയിരിക്കുന്നത് അല്പവും കൂടെ ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. സത്യത്തെ വാങ്ങുന്നവർ കർത്താവെ സ്വജീവനെ പോലും പണയം വെച്ച് അങ്ങയ്ക്ക് വേണ്ടി മറ്റെന്തിനേക്കാളും സത്യത്തെ വലുതായണി അതിനു വേണ്ടി ജീവിക്കുമല്ലോ. നാഥാ, അങ്ങയുടെ വിശുദ്ധിയിൽ അങ്ങയുടെ നിർമ്മയിൽ ജീവിപ്പാൻ സാധിക്കുമല്ലോ. കർത്താവെ, സത്യം വിറ്റാൽ യേശാവിനെ പോലെ അഭക്തരായി, നാഥാ, ദുഃഖം നിർഭാഗ്യരായി, നഗ്നരായി, കുരുടരായി, അരിഷ്ടരായി ലോകത്തിൽ ജീവിപ്പാണ്ടയാകുമല്ലോ. അത് ഞങ്ങൾക്ക് വരരുത് കർത്താവേ. എന്തു വന്നാലും അറിഞ്ഞ സത്യത്തിൽ, ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിന്ന് സത്യകൃപയിലാണെന്ന് ദൈവാത്മാനാൽ സാക്ഷ്യം പ്രാപിച്ച്, നാഥാ, സത്യമനുസരിച്ച് സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെട്ട്, കർത്താവെ, സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് യഥാർത്ഥ സത്യകൂട്ടമായി അങ്ങനെ സ്ഥലം നിൽക്കുവാൻ അങ്ങനെ എന്നെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.